നടരാജ റീത്ത് മേടിച്ചായിരുന്നോ? ആ ഇവിടെ വലിയ റീത്ത് തന്നെ. അവന്മാർ കൊണ്ട് വയ്ക്കുമ്പോൾ അവന്മാർ റീത്തിനേക്കാളും മികച്ച് നിൽക്കണം നമ്മുടെ റീത്ത്. ആ അത് കണ്ടല്ലോ 500 രൂപ. ആ കുഴപ്പമില്ല. മാറ്റർ എഴുതിയോ അതിൽ വെക്കാനുള്ളേ? എന്താ വായിച്ചേ? ആ എടാ ആശംസകളല്ല, ആദരാഞ്ജലികൾ. റീത്തിൽ ആരെങ്കിലും ആശംസ എന്ന് എഴുതുമോ? എൻ്റെ നടരാജ നീ ഒരു വലിയ തോൽവി തന്നെ. ആ കറക്റ്റ് തിരുത്തണം. ആദരാഞ്ജലികൾ ദാ അതിൽ വരണം. ദാ അല്ലെങ്കിൽ അന്നത്തെ പോലെ അതിന് ആരാഞ്ജലികൾ എന്നാക്കി എഴുതിക്കൊണ്ടിരില്ല. ശ്രദ്ധിച്ച് എഴുത്. ആ ശരി ശരി. ഓ ഒരു കാര്യം എന്തെങ്കിലും ഏൽപ്പിച്ച ഒരു ആശംസകളോ? നല്ല ഫാസ്റ്റ് പാർട്ടി മണികളും. എനിക്കങ്ങ് സന്തോഷം വരെ ഇതൊക്കെ കേട്ടിട്ട്. അത്രയ്ക്ക് അങ്ങോട്ട് സന്തോഷിക്കാൻ ആരെങ്കിലും എഴുതോ ക്ലീറ്റോ അങ്ങനെയൊക്കെ? അതിപ്പോ സംഭവിച്ചു പോയി. അതിനു മുമ്പേ പ്രമുഖ നേതാക്കന്മാർ അതെല്ലാം പരിശോധിച്ചിട്ട് ഇതൊക്കെ കൊണ്ട് വെക്കുള്ളൂ. അങ്ങനെ ശവത്തിൽ വെക്കുന്നതിന് മുമ്പ് അത് കണ്ടുപിടിച്ചത് നന്നായി. ക്ലീറ്റോ ഒരു കാര്യം ചെയ്യും ക്ലീറ്റോ, നിങ്ങളുടെ ഈ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ഏതെങ്കിലും സംവിധായകനോട് പോയി പറ. നല്ല സൂപ്പർ കോമഡി സിനിമ ഉണ്ടാവും. ആൾക്കാർ ചിരിച്ച് മരിക്കും. ഓ പക്ഷെ അങ്ങനെ കഥ ഉണ്ടാക്കുമ്പോ നീയും അതിന്റെ ഭാഗമാവുമല്ലോ, ഒരു കഥാപാത്രം ആവുമല്ലോ. അപ്പൊ ചിരിക്കാൻ ഭാഗം കൂടുതൽ കിട്ടും. അല്ല അതുണ്ടല്ലോ, ചിരിക്കാനല്ല, ഇങ്ങനെ പൊട്ടന്മാരെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഒക്കെ വേണമല്ലോ. അതിനുവേണ്ടി ഞാനുണ്ടാവും. ഈ പൊട്ടന്മാർ ഉള്ളതുകൊണ്ടാ ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോണേ. സമ്മതിച്ചല്ലോ പൊട്ടന്മാരാണെന്ന്. അല്ല ഡാഡി, ഈ നടരാജ മാമൻ പ്രധാനമന്ത്രി ആവുമെന്ന് പറഞ്ഞില്ല, എന്തേലും നടക്കോ? പിന്നെ നടക്കും. അങ്കമാലിയിലെ പ്രധാനമന്ത്രിനെ അവിടെ നിന്ന് മാറ്റിയിട്ട് വേണം നമ്മുടെ പ്രധാനമന്ത്രിനെ അവിടെ കൊണ്ടുവന്നിരുത്താൻ. രാവിലെ അമ്മയും മോളും കൂടെ ഒരുമിച്ച് സംഘം ചേർന്ന് തന്നെ ആക്രമിക്കാൻ പ്ലാൻ ഇട്ട് ഇറങ്ങിക്കണാണോ? രണ്ടുപേർക്കും വേറെ ജോലിയൊന്നുമില്ല. നിനക്ക് പഠിക്കാന്നല്ലേടി? നിനക്ക് അടുക്കള പണിയല്ലോ ഒന്നുമില്ലേ? എന്റെ എല്ലാ പണിയും കഴിഞ്ഞു. ഒരു പണിയില്ല? ഓ ഇല്ലെങ്കിൽ 24 മണിക്കൂർ പണി എന്നാ ഒരു ചായ എടുത്തിട്ട് വാ. ചായയിലെ കുറച്ചു മുമ്പ് കുടിച്ചത്. ഒരു നേരം ഒരു ചായ കുടിക്കാവുന്ന എങ്ങും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. എങ്ങും പറഞ്ഞിട്ടില്ല. ഒരു ചായ വേണം. ക്ലീറ്റോന് അതിന് മാത്രമുള്ള അധ്വാനമില്ല. ഒരു ചായക്കുള്ളതൊക്കെ ഒരു വീട്ടിൽ ചെയ്യണുള്ളൂ ക്ലീറ്റോ. ഓ നാളെ ഞാൻ താഴത്തെ വീട്ടിൽ പോയി ചായ കുടിച്ചോളാം. ചെന്ന് ചോദിക്കും, ചിലപ്പോ തരും. ആ എന്താടാ? അതെന്തേ? അപ്പൊ പറയാഞ്ഞെന്താ? ആണോ? ആ ശരി 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 ശരിയടാ. നോക്കിക്കോ. എന്താ ക്ലീറ്റോ? ഓ അതെ, അമ്മ ആലപ്പുഴന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്ന്. എന്ത് തീവണ്ടി? അതിന്റെ അമ്മ രത്നമ്മ ശതാബ്ദി ആലപ്പുഴയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അയ്യോ അല്ല, ഈ വയസ്സാകാലത്ത് ഈ അമ്മയ്ക്ക് എന്തിൻ്റെ കുഴപ്പമാണ്? ഒന്ന് ഇവിടെ അടങ്ങി നിൽക്കണം, അല്ലെങ്കിൽ അവിടെ അടങ്ങി നിൽക്കണം. ഇത് അവിടെ ഇവിടെ തിരുവനന്തപുരം ആലപ്പുഴ ഇങ്ങനെ ഷട്ടിൽ അടിച്ചുകൊണ്ടിരിക്കുക. എന്നേ പറഞ്ഞു ഇവിടെ കുറച്ച് ദിവസം അടങ്ങി നിൽക്കാൻ. കേൾക്കണ്ടേ മോനെ? അമ്മയോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ലല്ലോ ഇവിടെ നിൽക്കാൻ പറഞ്ഞത്. പിന്നെ ക്ലീറ്റോന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കാൻ വേണ്ടിട്ടല്ലേ. അങ്ങനെ ഇപ്പൊ നിക്കണ്ട. എനിക്കെന്ത് നേടാൻ? അവരുടെ പേരിൽ മാത്രമേ രത്നമുള്ളൂ. അവരിലൊരു പുണ്ണാക്കൂല്ലെന്ന് എനിക്കറിയില്ല. മാസം കിട്ടുന്ന ഒരു പെൻഷൻ 12,000 കൊടുക്കുക. ക്ലീറ്റോന് അതുമില്ലല്ലോ. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞറിയാം, ആലപ്പുഴയിൽ നിന്ന് ഇവിടെ വരുമ്പോൾ ഇച്ചിരി പുഴമീൻ മേടിച്ചോണ്ടിരാ. അതെവിടെ? അതൊന്നും കേൾക്കൂല. അയ്യോ ചായ. ആ പക്ഷെ അത് പോണില്ല, അത് പറക്കണമെന്നില്ല. ഡാഡി ഉണ്ടാക്കി നേരെ പറപ്പിക്കാൻ പഠിക്കണത്. അതിങ്ങനെ ഊകണം. അതൊക്കെ എയർ ഇതിൽ ഭയങ്കര അഡ്ജസ്റ്റ്മെന്റ് ആണ്. കാര്യം പറഞ്ഞേ, തക്കളിമോള് വേഗം വന്നേ. എന്റെ പൊന്നെ 2 ദിവസം മുമ്പ് വിളിച്ചു പറഞ്ഞത് അവിടെയൊക്കെ മെനയാക്കി ഇടണം എന്ന്. മാറ്റം കൂട് എത്തും. നീ വാ, എന്നെ സഹായിക്കണ്ടേ? പോണേ. ഇതെന്താടി ഇത്? ഈ പൂവൊക്കെ ഇവിടെ ആരടി പിച്ച് പറിച്ചിട്ടേക്കണത്? അതെ, ഈ റാണിമാർക്ക് വേണ്ടി ഇങ്ങനെ കറങ്ങൂല്ലേ പൂവൊക്കെ വീഴാ. നിന്നെ ഞാൻ ശരിയാക്കൂട്ട തക്കളി. ബാക്കിയൊക്കെ ഞാനല്ലല്ലോ, ഇത് മാത്രമല്ലേ ഉള്ളൂ ഞാൻ. അതെ, അത് മാത്രമേ ഉള്ളൂ. ഞാൻ എന്തൊരു സഹായം ചെയ്യണോ? നീ ഉപദ്രവിക്കാതിരുന്നാ മതി, സഹായിക്കണ്ട. മാറങ്ങോടെ. അമ്മ ഇത് കണ്ടാ മതി. ഒരു സ്റ്റൂൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സഹായിച്ചേനെ. അമ്മ എന്താടി ഇത് കൊള്ളാല്ലേ? ഇതെന്താ ക്ലീറ്റോ കിടക്കണേ? ഇത് ഇതോ അല്ല എടേ, 4 ആൾ അറിയണം. നാട്ടുകാർക്ക് സേവനം ചെയ്യുന്ന വലിയൊരു പാർട്ടിയുടെ കൊടിതോരണങ്ങളാണ് ഈ കിടക്കണത്. അതിനെന്താ കുഴപ്പം? ആ സാധനം അവിടെയാണോ കിടക്കേണ്ടത്? നിങ്ങളോട് എത്ര ദിവസം ഞാൻ പറഞ്ഞത് എടുത്തു വെക്ക്, ക്ലീറ്റോ എടുത്ത് വെക്കുന്നത്.
എടാ ഇതിനെ പിന്നെ ഇനി കട്ടിൽ വിട്ട് വീട്ടിനകത്ത് കിടത്താൻ ആ കിടത്തുകൊണ്ടോയി എത്തടി വരട്ടെ അതവിടെ കിടക്കണേ നിനക്ക് നിന്നെ വല്ല ശല്യം ചെയ്താ ഡാഡി ഇതിന് ഞാൻ ഞാൻ തൂത്തുവാരി ഒരു വശത്തെ കൂടി മനുഷ്യൻ നന്നാക്കി കളിക്കാതെ വിടും കൊണ്ടുവന്ന് അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് പോകും അങ്ങോട്ട് അമ്മ കാണണ്ട പിന്നെ അമ്മ കണ്ട ഇതങ്ങ് തിന്നു കളയും കണ്ടോ അത് അവിടെ കൂട്ടിയിട്ടു അതവിടെ കിടന്നോട്ടെ അത് അകത്ത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെക്കാൻ എടി, അത് ഇന്ന് വൈകിട്ട് പരിപാടി ഉണ്ട് അതിന് കൊണ്ടുപോകണം നിങ്ങൾ ഈ ആണ്ടിലെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടാണ് അത് എടുത്തു നോക്കുള്ളൂ ഇത് ആരിത് ഇതെന്താണ് നടന്നു പറഞ്ഞ അമ്മ ഞാൻ ആലപ്പുഴയിൽ നിന്ന് നടന്നു വരുമല്ല ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് നടന്നു വരുക ഓട്ടോ സമരം ആയിപ്പോയി ഒരു വാക്ക് എന്നെ വിളിച്ച് പറഞ്ഞെങ്കിൽ ഞാൻ വണ്ടി വിട്ടു വരൂലേ പാർട്ടി ഓഫീസിൽ നിന്ന് അത് നിന്റെ പാർട്ടി ഓഫീസിൽ വണ്ടി ഉണ്ടോ സൈക്കിളല്ലേ ഉള്ളു വണ്ടി ഉള്ളവരൊക്കെ ഉണ്ട് അതിന്റെ അടുത്ത് പിന്നെ നിനക്കെന്താ അത്ര വലിയ ചിരി എന്റെ മക്കളെ നീ ഇതെന്തോന്നാണ് ഈ കാണിച്ചു വെച്ചേക്കുന്നത് ഈ വീടും പരിസരം ഇതെന്തോന്നാണിത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ അടിക്കുമായിരുന്നമ്മേ ഇത് ഇന്നലെ അടിച്ചതാ ഞാൻ പിന്നെ ഇതെന്തോന്നാണ് നീ കളിച്ചതായിരിക്കും പിന്നെ അല്ലാതെ എന്തോന്ന് അത് തന്നെ അവൾ ആ പൂ മുഴുവൻ അവിടെ പിച്ച് പറിച്ചിട്ടാണ് അവൾക്ക് ഇച്ചിരി കളി കൂടുതലാ അച്ഛോ ക്ലീറ്റസേ ഓരോ ദിവസം കഴിയുന്തോറും നിന്റെ തൊലിക്കട്ടി കൂടി കൂടി വരികയാണെന്നാ തോന്നുന്നത് ഇപ്പൊ ഡാഡി സ്കിന്ന് തൊടുമ്പോ ഭയങ്കര കട്ടി മരടി ഒരു പഴവടത്തിനാണ് അങ്ങനെ പറയണത് അതെ അതൊന്നുമല്ല അല്ലടേ ഇവിടെ ഈ വീടും മുറ്റവും പരിസരവും ഒക്കെ ഒരു വല്ലാത്ത വെളിച്ചം നീ വല്ല മരങ്ങളും വല്ല ഇവിടെ ആരെങ്കിലും വെച്ച് മുറിച്ച് മാറ്റിയാ എന്തോ ഒരു കണ്ണ് പൊളിച്ച് വരുന്നു പൊളിക്കും അമ്മ പറഞ്ഞു വന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഇവിടെ നിന്ന് ഏതാ മരം ഞാൻ വെട്ടി വിറ്റുന്നു അതല്ലേ അല്ല നീ അത് ചെയ്യാതിരിക്കുന്നവനൊന്നും അല്ല എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല പാലയിൽ ഇഷ്ടം പോലെ മരം നിപ്പുണ്ട് അങ്ങനെ മുറിക്കണമെങ്കിൽ എനിക്ക് അവിടെ പോയി മുറിച്ച് വെക്കാം അമ്മ ഒരു തമാശ പറഞ്ഞാ നിങ്ങൾ അതും പിടിച്ചോണ്ടിരിക്കണ്ട അമ്മക്ക് ആലപ്പുഴ പോയിട്ട് ഒരു കുറവില്ലല്ലേ അമ്മ എന്തോന്ന് അല്ല അമ്മയുടെ വർത്താനത്തിന് എന്റെ പൊന്നെ എന്റെ ഈ നാക്കും കൂടെ ഇല്ലാതെ നീയൊക്കെ എന്നെ വച്ചേക്ക് വരുന്ന എന്നാലും അമ്മ വന്നപ്പോ ഇച്ചിരി പുഴമീൻ മേടിച്ചോണ്ട് വരായിരുന്നു ഞാൻ ഇനി അവിടുന്ന് പുഴമീനും വാരി കെട്ടിക്കൊണ്ട് വരാൻ പോവുക അല്ലടാ ഞാൻ നിന്നെ കുറിച്ച് ഒരു സന്തോഷ വാർത്ത അറിഞ്ഞല്ലേ ആ വാർത്ത അതിലേക്ക് ആലപ്പുഴ എത്തിയോ അമ്മ ടി വിയിൽ വായിച്ച പത്രത്തിൽ വായിച്ചാ എന്തോന്ന് വാർത്ത അല്ലെ എന്നെ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിലേക്ക് തിരഞ്ഞെടുക്കാൻ പോകണമെന്നുള്ളത് മണ്ണാ കേട്ട അതൊന്നുമല്ല നീ ഏതോ കാറ്ററിങ്ങിന് പോയെന്നാ അവിടുന്ന് കുറെ പൈസ കിട്ടിയെന്നൊക്കെ അറിഞ്ഞ് കാറ്ററിംഗ് ആയപ്പോ ബിരിയാണി ചെമ്പ് കുടിച്ചിട്ട് താണ്ടെ ഡാഡിയുടെ ഇവിടെ അത്രയും പുള്ളി അതൊക്കെ പോയി ആ എന്നാ ഇവൻ ബിരിയാണി ചെമ്പിൽ കൈയിട്ട് കാണും അതുകൊണ്ട് തന്നെയാണ് അല്ലാതെ ഒന്നുമല്ല അമ്മ ഞാൻ ചോദിച്ചോട്ടെ ആലപ്പുഴന്ന് മോൻ പ്രത്യേകം പറഞ്ഞു കേട്ടോ ഇവിടെ വന്നിട്ട് എനിക്കിട്ട് താങ്ങണമെന്ന് വന്നപ്പോ മുതൽ തുടങ്ങിയാണല്ലോ അമ്മ എനിക്കിട്ടും തോന്നണ്ട നീ ദേഷ്യപ്പെടാതെ ചുമ്മാ നിനക്ക് ദേഷ്യം വരാൻ മേലെ ചുണ്ടി പിടിപ്പിച്ചോണ്ടിരിക്കുകയല്ലേ ഞാൻ നിന്നെ കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ വേണ്ട കഴിച്ചോ കഴിച്ച് ഷുഗറൊക്കെ എങ്ങനെയുണ്ട് ആ ഷുഗറിനൊന്നും ഒരു കുഴപ്പമില്ല പഞ്ചാര ഇട്ടാ ചായയില് പിന്നെ ഞാനിപ്പോൾ വന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് നിങ്ങൾക്കത് ഓർമ്മയുണ്ട ഏതാണെന്ന് എനിക്ക് മനസ്സിലായി എന്താണ് കണക്കിന് പെൻഷൻ കാശ് വേണ്ടെന്ന് പറഞ്ഞല്ലേ അതും കൂടെ നമുക്ക് തരാന്ന് ആയിരിക്കും അത് പൊന്നെ നിനക്ക് പെൻഷൻ കാശ് ഈ ഒറ്റ വിചാരമല്ലേ ഉള്ളൂ അതൊന്നും അല്ല പിന്നെന്താ പ്രമാണം എഴുതി തരാനാ ഇനി അതും കൂടെ അങ്ങോട്ട് എഴുതി തരാം അപ്പം എല്ലാം തികയുമല്ല മോശക്കാരനല്ല എന്തായാലും അതൊന്നും അല്ല പിന്നെന്താ നിന്റെ അച്ഛൻ ഹബീൽദാർ മരിച്ചിട്ട് നാളെ 20 വർഷം തികയുവാ നീ മറന്നുപോയല്ലോടി കുഞ്ഞെ അത് പിന്നെ അമ്മ ഇവിടെ 5 വർഷം ആയി കഴിഞ്ഞ കാര്യം തന്നെ ഓർമ്മയില്ല പിന്നെ 20 വർഷം ആയ കാര്യം അവനവൻ്റെതായ ഒന്ന് വരുമ്പോഴേ അവനവനൊക്കെ ഓർമ്മ വരും അല്ലാതെ ഒന്നും ഓർമ്മിക്കത്തില്ല അത് നമുക്കേ എന്ത് വേണോ അമ്മ പറഞ്ഞോ എന്തിനും ഈ പരിമോൻ തയ്യാറാണ് എങ്ങനെ ആഘോഷിക്കണം എന്തായാലും വേണ്ടില്ല എന്റെ ഹബീൽദാർ സ്വർഗത്തിരുന്നത് കണ്ട് സന്തോഷിക്കണം അത് മാത്രമേ ഉള്ളൂ അതിനാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഭൂമിയിലിരിക്കുന്ന കുറെ ആൾക്കാരെ സന്തോഷിപ്പിക്കണം അപ്പൊ അത് കണ്ട് ഹബീൽദാർ അവിടെ ഇരുന്ന് സന്തോഷിക്കും അതിന് ഞാൻ നോക്കിയിട്ട് നല്ലൊരു ഐഡിയ ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു അനുശോചന യോഗം നടത്താം ആ ഒരു ചടങ്ങിൽ വെച്ച് തന്നെ നമുക്ക് കുറേ പാവങ്ങൾക്ക് സാമ്പത്തികമായി സഹായം കൊടുക്കാം പിന്നെ കുറേ പേർക്ക് എന്തെങ്കിലും ഡ്രസ്സോ കാര്യങ്ങളോ കൊടുക്കാം എന്നിട്ട് നല്ലൊരു അന്നദാന സദ്യയും നടത്താം എന്നിട്ട് ഒരു വലിയ ബില്ല് കൊണ്ടുവന്ന് എൻ്റെ കയ്യിലങ്ങ് തരികയും ചെയ്യാം അതിനല്ലേ നീ ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് വേണ്ടെങ്കിൽ വേണ്ട അവയില്ലാതെ ഇതൊക്കെ കണ്ട് അവിടെ നിന്ന് സന്തോഷിച്ച് കണ്ണ് നിറഞ്ഞ് അത് ആ ഒരു ഇതേ ഞാൻ ഉദ്ദേശിച്ചോളൂ അത് അത്രയും കണ്ണ് നിറയിക്കണ്ട അച്ഛനെ വേണ്ടെങ്കിൽ വേണ്ട അച്ഛനല്ലേ നീ ആ വീടിന്റെ താക്കോലിങ് എടുത്തോണ്ട് ഞാൻ അവിടേക്ക് ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ട് ഞാൻ മുറ്റമൊക്കെ ശരിയാക്കിയിട്ടുണ്ട് അകത്തോട്ട് കയറിയില്ല ഞാനതൊക്കെ അടിച്ച് വൃത്തിയാക്കിക്കൊള്ളാം ഞാൻ എന്റെ പണി കഴിഞ്ഞിട്ട് അങ്ങ് വരാമേ താക്കോലിങ് എടുത്തോണ്ട് ആ പുറകുവശത്തെ പട്ടിക ഇവിടെ വരുന്നാടി അങ്ങോട്ട് നീ അമ്മമ്മനെ സഹായിക്കാൻ പോണതല്ലേ അവളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കണേ ജോലികൾ ഞാൻ കുറെ ചെയ്തതാ ഈ ചായ എടുത്ത് കുടിക്കുന്നത് ഷുഗർ വന്ന് ചാകും പട ചായ കാണാൻ പാടില്ല ക്ലീറ്റോന്
അമ്മമ്മ ആ അയ്യോ അങ്ങോട്ട് വലിച്ചാണ് അങ്ങോട്ട് വലിയ വലിയ അയ്യോ എനിക്കടി കൊച്ചേ എന്റെ ദൈവമേ യ്യോ, എന്റെ കയ്യിൻ്റെ ഇടയിലായി പോയടി കൊച്ചേ പേടിച്ചു പോയി എന്ത് ചെയ്യാൻ പോവാ ഇനി എന്ത് ചെയ്യാൻ പോവാ ചെയ്യണ്ടേ ചെയ്യാതെ പോ പക്ഷേ തൂക്കാൻ പോടാ ഞാൻ തൂക്കാം അമ്മ എന്തുവാ തൂക്കണ്ട ഞാൻ തൂത്തോളാം നല്ലപോലെ വൃത്തിയായിട്ട് തൂക്കണം ആ, എനിക്കറിയാം. ആ, അങ്ങോട്ട് തൂത്താണ് ഞാനൊന്ന് കാണട്ടെ നീ പഠിക്കണമല്ലോ തൂക്കണേ. ഇങ്ങോട്ട് കൊണ്ടുപോ ആ, നല്ലപോലെ തൂക്ക് ഓ ഇതിനേക്കാളും നല്ലത് ഞാൻ ശ്ശേ, തൂക്കോ നല്ലപോലെ ഓ തൂക്കം ആ, തൂക്കം എന്നാ പെട്ടെന്ന് തൂത്തിട്ട് കയറി വാ അകമൊക്കെ ഒന്ന് തുടയ്ക്കണം ക്ലീറ്റോ റെഡിയായോ? ഓ റെഡിയായി വാ വാ അതെ തന്നെ ആ, ബിഷോപ്പർ ഏ? ബിഷോപ്പർ ആ ഇത് എന്തിനാ ക്ലീറ്റ് ഈ പച്ചക്കറി മേടിക്കാൻ വേണ്ടിട്ട് ഈ വെള്ളം ഇട്ടുണ്ട് പോണേ? ആ എടി വെള്ളം വെള്ളയുടെ മഹത്വം നിനക്കറിഞ്ഞൂടാ. ഞാൻ അവിടെ ചെന്ന് പച്ചക്കറി കടയുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ അവന് 1/2 കിലോ എടുക്കുമ്പോൾ അറിയാതെ അവൻ്റെ കൈ 1 കിലോ എടുത്ത് തരും നമുക്ക്. അത് ഞങ്ങളെ ഇതിൻ്റെ ഒരു ഇതാണ്. എന്നാ പോയിട്ട് വാ. പൈസ എടുക്ക് പൈസ എടുക്ക് പൈസ എടുക്ക് പൈസ എടുക്ക്. ചിരിക്കണ്ട, നാളെ മുതൽ അവിടെയും വെക്കൂല. അയ്യോ 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 മതി 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 ഒത്തിരി ക്ഷീണിച്ച് അയ്യോ തീർന്നേ ഏ അമ്മ പിന്നെ അവിടെ അങ്ങോട്ട് മാറി ഞാൻ ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കാം കേട്ടോ. എന്തരാണിത്? അമ്മമ്മയും ചെറുമോളും കൂടെ വല്ലതും നടക്കുവോ? അല്ല എങ്ങോട്ട് പോണേ? ഞാൻ റോഡ് വരെ പോകണം, ഒന്നിട്ട് ചെറിയ ആവശ്യമുണ്ട്. എന്തോന്ന് ആവശ്യം? അതൊക്കെ ഉണ്ട്. ആ, ഇങ്ങോട്ടൊന്ന് വാ, ഒരു കൈത്താങ്ങ് ഒന്ന് സഹായിച്ചിട്ട് പോ. ഞാൻ അങ്ങോട്ട് സഹായിക്കാൻ വന്നാലേ ഉച്ചയ്ക്ക് മേശപ്പുറത്തിരിക്കുമ്പോ വിഴുങ്ങാൻ ഒന്നും അയ്യോ, കാണുമോ? എന്നാ വേണ്ട എന്നാ വേണ്ട പോ പോ പോ. പിന്നെ എനിക്ക് പകരമല്ലേ ഞാൻ അവളെ അങ്ങോട്ട് വിട്ടു ഓ, തന്നേക്കാം. എന്തെങ്കിലുമൊക്കെ ചെയ്ത് സഹായിക്കടി. ഓ ഞാൻ ഇത്രയും തൊട്ടിട്ട് ഞാനാ അതെ 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 അതെ, അവൾക്ക് കുറച്ച് ക്ഷീണിച്ച് നന്നായിട്ട് ക്ഷീണിച്ച് മതി, മതി, ചവറാക്കിയ മതി. ഞാൻ പൂ മാത്രം ഇട്ടുള്ളൂ, ബാക്കിയൊക്കെ ഡാഡി പിന്നെ 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 ഡാഡി. അമ്മ ഞാൻ ഇവിടെ ഇരിപ്പുണ്ടേ. ഓ തളർന്നു പോയി. അയ്യോ എന്ത് പറ്റി? എന്തോരു പൊടി എന്തോരു പൊടി എന്തോരു പൊടി അയ്യോ. അപ്പൂപ്പനെ കാണുന്നില്ല. അയ്യോ അപ്പൂപ്പ എവിടെ പോയി? അപ്പൂപ്പൻ എവിടെ പോയി? ആ? ഒരു മക്കളെ അപ്പൂപ്പൻ. നോക്കട്ടെ. ഇവനെ, ഒരു കബീൽദാരെ കാണുന്നില്ല. തങ്കം. ഒരു മിനിറ്റ് പോയിട്ട്. തങ്കം. അമ്മേ, എന്ത് എന്നാ? കബീൽദാരെ കാണുന്നില്ല. അച്ഛനെവിടെ പോയി? എന്താടി? അമ്മ നിക്ക് വെള്ളടുത്ത് വീഴും. അമ്മ പതുക്കെ കേറ്. നോക്കട്ടെ ഇരുന്നോട്ടെ. നോക്കട്ടെ താഴെ നോക്കാം. നോക്കട്ടെ, അമ്മ വിഷമിക്കാതിരിക്കേ. അവിടുന്ന് ആരും എടുക്കാറില്ലല്ലോ. ദേ ഇവിടെ ഇല്ലേ? എന്റെ അമ്മ വല്ല അസുഖം വരുത്തി വെക്കോട്ടോ. ഒരു ഫോട്ടോ ഇല്ല, നോക്കി എടുക്കാന്ന് പറഞ്ഞില്ലേ? നിനക്ക് നിസ്സാരം. മോനെ നീ കണ്ടോ? ഇല്ല. അമ്മേ, എന്റെ ദൈവം, അമ്മേ ചിലപ്പോ കനകം കൊണ്ടുപോയിട്ടുണ്ടാവും. കനകം കൊണ്ടുപോകാൻ ഇന്നാൾ വന്നിട്ട് പോയതല്ലേ ഉള്ളൂ, അതിനിടയ്ക്ക് ഇത് കാണാതെ പോവോ? നീ ഇവിടെ കയറി വന്നിട്ട് നീ കണ്ടില്ലേ? മോനൊരു കാഞ്ചി അമ്മയുടെ ഫോൺ എടുത്തിട്ടുണ്ടോ വേഗം? അമ്മ വെറുതെ ആദ്യം പിടിക്കല്ലേ, എന്തെങ്കിലും ചെയ്യാൻ നമുക്ക്. വയ്യ, എനിക്ക് വയ്യ. ഓ, എന്റെ അച്ഛനല്ലല്ലോ കാണാതെ, അച്ഛന്റെ ഫോട്ടോ എടി, ആ ഫോട്ടോ ആയിരുന്നു എന്റെ സമാധാനം. എനിക്ക് ആ ഒരു സമാധാനത്തിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്, മക്കള്. തക്കളി, ഒന്നെങ്കിലും അവിടെ എടുത്തിട്ട് വരണ്ടോ നീ? ചേച്ചി കടയിൽ പോയി. എടാ, ഡാഡി എങ്ങനെ ഫോട്ടോ എടുക്കണമുണ്ടോ നീ? ഇല്ല. ഡാഡി ഫോട്ടോ വിളിക്കട്ടെ വിളിക്കട്ടെ വിളിക്കട്ടെ. ഹലോ 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 കനക, എടാ ഹലോ. റേഞ്ച് ഇല്ലാന്ന് തോന്നുന്നു, അവന് കേൾക്കണില്ല. ഇവിടെ തന്നെ
കണ്ടുപിടിച്ചെടുക്കാം. അമ്മ അവിടെ ഇരിക്കും, ഞാനൊന്നും കൂടി നോക്കട്ടെ. എന്നാ, ഇത് പിടിച്ചോ. ഡാഡി എങ്ങാനും വിളിക്കുകയാണെങ്കിൽ വേഗം ഒന്ന് വരാൻ പറയണേ. അമ്മേ അമ്മ ഇങ്ങ വന്നേടാ, ഈ അമ്മമ്മ കഴിയുന്ന വീണ്ടും. എന്റെ അമ്മേ, അമ്മേനോട് എന്താ പറഞ്ഞിട്ട് മനസ്സിലാവാത്ത അമ്മേ? എനിക്ക് മനസ്സിലാവത്തില്ല. നിനക്ക് മനസ്സിലായല്ലോ, അത് മതി. നിനക്ക് വരുമ്പോഴേ അത് മനസ്സിലാവൂ നിനക്ക്. അമ്മ ഇങ്ങനെ വ്യസനിക്കാതിരിക്കും. അമ്മ കരഞ്ഞിട്ടിരുന്നിട്ട് എന്താ കാര്യം? ഫോട്ടോ വരുവോ? പിന്നെ ആർക്കാ ഫോട്ടോ വേണ്ടത്? ആരെടുത്തോണ്ട് പോയി അമ്മയെ പറയണേ? അവിടെ ആരെങ്കിലും ബ്രോക്കർമാർ വരുമ്പോഴത്തേക്ക് ഹവീൽദാറിന്റെ ഫോട്ടോ അവിടെ ഇരിക്കുന്നത് ക്ലീറ്റസിന് ഇഷ്ടമല്ല. അത് അവന്റെ മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അവനാണ് ആ വീട്ടിന്റെ അധികാരി എന്ന് വെക്കണം. അതിനുവേണ്ടി അവൻ ചെയ്തത് തന്നെയാണത്, അല്ലാതെ ഒന്നുമല്ല. അമ്മേ, ക്ലീറ്റോ അങ്ങനെ ചെയ്യും? എനിക്ക് എന്റെ ഫോട്ടോ തിരിച്ചു തരണം. എനിക്കത് ഞാൻ എത്ര അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ക്ലീറ്റോനെ അച്ഛന്റെ ഫോട്ടോ കിട്ടിട്ട് എന്ത് ചെയ്യാനാന്ന് അമ്മ പറയണേ? അവര് പല സ്വർണം കിട്ടിയ ഫോട്ടോയാണോ? അതല്ലല്ലോ. അതൊന്നുമല്ല. അവൻ എന്റെ ഹബീൽദാർ രക്തസാക്ഷിയാക്കിക്കൊണ്ട് അവനിപ്പോ ബക്കറ്റ് വിരുന്ന് നടത്തുക. എനിക്കറിയാം. അവന്റെ മുഖം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. നിനക്കറിയാമോ? നിനക്ക് നിന്റെ അച്ഛന്റെ വില അറിയത്തില്ല. എന്റെ അമ്മ, അത് അമ്മ വന്നപ്പോ ക്ലീറ്റോ തമാശ പറഞ്ഞല്ലാതെ അങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞതാണ്. അവൻ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. അത് ചിലപ്പോ ആലപ്പുഴയിൽ ഇരിപ്പുണ്ടാവും ആ ഫോട്ടോ. ഞാൻ ശ്രദ്ധിക്കാത്തോണ്ടായിരിക്കും അവരില്ല അവിടെ ഇല്ലാത്തത്. അവൻ അങ്ങനെ എന്റെ അടുത്ത് പറയാതെ അവൻ എടുത്തോണ്ടൊന്നും പോകത്തില്ല. എനിക്കറിയാം. അല്ലമ്മേ, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഡാഡി കുറച്ച് ദിവസം മുമ്പ് എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പുറത്തെ വീട്ടിലെ താക്കോൽ ഏതാണ്. അപ്പൊ അമ്മ ദിവസം ഇവിടെയല്ലേ വെക്കണേ. ഞാൻ പറഞ്ഞപ്പോ അത് എടുത്തിട്ട് ആ ഫോട്ടോയിൽ അവിടെ കസേര കയറിയിട്ട് എന്തൊക്കെയോ ചെയ്തു. ഞാൻ എന്തോന്ന് ചോദിച്ചപ്പോ വേറെന്തോ തപ്പാന്ന് പറഞ്ഞു. പക്ഷെ എടുക്കണ ഞാൻ കണ്ടിട്ടില്ല. അവിടെ തന്നെ ഞാൻ എടുക്കണ കണ്ടില്ല. ഫോട്ടോ എടുക്കാൻ അവൻ അവിടെ കയറിയെങ്കിൽ അവൻ തന്നെയാണ് എടുത്തത്. ഞാൻ പറഞ്ഞത് അത്രയും സത്യമായ കാര്യമാണ്. എന്റെ പൊന്നോ, അത് വല്ല തൂക്കാൻ വേണ്ടിട്ട് കേറിയതായിരിക്കും. അതിനുശേഷമാണ് ആ ഫോട്ടോ കാണാതായത്. അങ്ങനെ ക്ലീറ്റോ എടുത്തിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഫോട്ടോ തിരിച്ചു കിട്ടും. അത്ര ഉറപ്പ് ഞാൻ തരാം. എനിക്ക് ഫോട്ടോ തിരിച്ചു കിട്ടണം, അത്രേ ഉള്ളൂ. ക്ലീറ്റോ ആണെങ്കിൽ വിളിച്ച ഫോണും എടുക്കൂല. എന്റെ അമ്മ വല്ല പ്രഷറും കൂടി അമ്മ വീഴും കേട്ടോ. എനിക്ക് ഇതോട് വീണാ മതി. ഇതോടുകൂടിയൊക്കെ വീണാ മതി. വിളിക്കണ്ട, ഞാനിവിടെ എത്തി. എനിക്ക് ഇതോട് വീണാ മതി. ഇതോടുകൂടിയൊക്കെ വീണാ മതി. വിളിക്കണ്ട, ഞാനിവിടെ എത്തി. എന്താ ക്ലീറ്റോ? അല്ല, അവിടെ ഒതുക്കലും പറക്കലൊക്കെ കഴിഞ്ഞോ എത്ര പെട്ടെന്ന്? ക്ലീറ്റോ ഇന്ന് ഫോട്ടോ എടുത്തോ? ഇന്ന് ഫോട്ടോ എടുത്തില്ല. 2 ദിവസം മുമ്പ് പാർട്ടി ഓഫീസിൽ എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. അതെല്ലാം തമാശ. പാർട്ടി ഓഫീസിൽ എടുത്തോന്നല്ല ഞാൻ ചോദിച്ചത്. നിങ്ങൾ ഇവിടുന്ന് വീടിന്റെ താക്കോൽ എടുത്തോണ്ട് പോയായിരുന്നോ? ഇരിക്കുന്നൊരു താക്കോല് അല്ല, മെനങ്ങാന്ന് ഡാഡി ചോദിച്ചില്ലേ താക്കോൽ എവിടെ വയ്ക്കണേന്നൊക്കെ ചോദിച്ചില്ലേ? എന്നിട്ട് അത് എടുത്തോണ്ട് മെനഞ്ഞാന്ന് അതെന്താണെന്നറിയാമോ, അവിടെ കുറച്ച് ചപ്പും ചവറും കിടന്നു. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാന്ന് പറഞ്ഞ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ താക്കോൽ. മനസ്സിലായോ? എന്നിട്ടേ താക്കോൽ എടുത്തവര് നിങ്ങൾ എന്നോട് പറഞ്ഞോ? അതിപ്പോ പൊടി അടിച്ചിട്ട് ഞാൻ തിരിച്ച് താക്കോലുണ്ട് അവിടെ വെച്ചില്ലേ. നിങ്ങളോട് ആര് പറഞ്ഞ പൊടി അടിക്കാൻ? അല്ലെങ്കിൽ നിങ്ങൾ ഉന്തി വിട്ടാൽ നിങ്ങൾ പൊടി അടിക്കാൻ പോകില്ലല്ലോ. അപ്പൊ എനിക്ക് അന്ന് പൊടി അടിക്കണമെന്ന് തോന്നി. അതിനെന്തിനാ നിങ്ങൾ കസേര കയറുന്ന അച്ഛന്റെ ഫോട്ടോ എടുത്ത് എന്തിനാ? അച്ഛന്റെ ഫോട്ടോയാ ഞാൻ എടുത്തു. ക്ലീറ്റോ കള്ളത്തരം കാണിക്കരുത്. അച്ഛന്റെ ഫോട്ടോ ക്ലീറ്റോ എന്താ ചെയ്തത്? വേഗം തിരിച്ചോണ്ടോ അത്. ഫോട്ടോ എനിക്ക് ഇന്ന് തരണം. അമ്മ ഫോട്ടോ കിട്ടണം. എന്തിനാ ക്ലീറ്റോ ഈ ഓരോ വയ്യാവേലി എടുത്ത് ഇങ്ങനെ ചെയ്യണത്? ക്ലീറ്റോനെ അങ്ങനെ രക്തസാക്ഷി ആക്കണമെങ്കിൽ വേറെ വല്ല എന്തെല്ലാം വഴികളുണ്ട്. നിങ്ങളുടെ പാർട്ടിക്ക് രക്തസാക്ഷിന് ആവശ്യമാണെങ്കിൽ അതിന് എന്റെ അച്ഛന്റെ ഫോട്ടോയാണ് എടുത്തിട്ട് പോകേണ്ടത്. എന്ത് നിർത്താൻ അച്ഛന്റെ ഫോട്ടോ ഹവീൽദാരുടെ മഹത്വം അവനറിയാമോ? അവനെ പോലെയാണ് അവന്റെ വിചാരം. അല്ല, നിങ്ങളൊക്കെ എന്നെ പറ്റി എന്താ വിചാരിച്ചു? എന്നാലും വന്ന് ക്ലീറ്റോ അച്ഛനെ ആ ഫോട്ടോ ഞാൻ എടുത്തു എന്നുള്ളത് ശരിയാ. എന്തിനെടുത്തെന്നാ ഞാൻ ഈ ചോദിക്കണേ? നിങ്ങൾ എന്നോട് പറഞ്ഞു തന്നിട്ടത്. ഇപ്പൊ എല്ലാ കാര്യവും അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. അതെ, ഹവീൽദാരുടെ ഫോട്ടോ ഞാൻ എടുത്തു, അതിന് കാര്യമുണ്ട്. അത് നിങ്ങളോട് ബഹളം വെക്കണ്ട. നിങ്ങൾ എന്താ വിചാരിക്കുക? ആ മനുഷ്യന്റെ ഫോട്ടോ എടുത്തുള്ളൂ ഞാൻ നാട് മുഴുവനും രക്തസാക്ഷിയാണെന്ന് ഒരു പിരിവ് നടത്തി. ആ ഫോട്ടോയിൽ തൊട്ടല്ല നിന്റെ കളി നടത്തുന്നത്. അമ്മ അത്രയ്ക്ക് തരം താഴ്ന്ന ആളൊന്നും അല്ല ക്ലീറ്റസ് കേട്ടോ. ക്ലീറ്റസിന് കുറച്ചൊക്കെ ബുദ്ധിയും വിവരമുണ്ട്. എന്നിട്ടാണ് ഈ പണി കാണിച്ചത്. എന്ത് പണി കാണിച്ചത്? എന്ത് പണി കാണിച്ചത്? അവളുടെ ഫോട്ടോ എടുത്തത് തന്നെ തരം. ഫോട്ടോ ഞാൻ എടുത്തെന്ന് പറഞ്ഞല്ലോ. ഫോട്ടോ എടുത്ത് അതിന് കാര്യമുണ്ട്. ആ മനുഷ്യൻ ആരാണെന്ന്, ആ മനുഷ്യന്റെ മഹത്വമൊക്കെ എനിക്കറിയാം. രാജ്യത്തിന് വേണ്ടി പോരാടിയ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു നാണമില്ലല്ലോടി പറയാൻ നിനക്ക്. എന്റെ അമ്മ ഒന്ന് സമാധാനായിട്ടിരിക്ക്. ഹവീൽദാരെ ഫോട്ടോ എങ്ങും പോയിട്ടില്ല, ഇവിടെ ഉണ്ട്. ഹവീൽദാര ചരമദിനാണെന്നുള്ള കാര്യമൊക്കെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അമ്മയുടെ മോക്ക് ഓർമ്മയില്ലെങ്കിലും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അമ്മ അതിനിവിടെ വരുമെന്നും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അമ്മയ്ക്കൊരു സർപ്രൈസ് തരാനായിട്ട് ഞാൻ ഹവീൽദാരെ ഫോട്ടോ അമ്മ നോക്കിയിട്ട് പറ. ഒരു സർപ്രൈസ് ഗിഫ്റ്റ് അമ്മയ്ക്ക് തരാമെന്ന് കരുതി.
അതിന് ഇങ്ങനെയൊക്കെ ബോൾ മാറ്റി വേണം. നോക്കടി അങ്ങോട്ട് തുറന്ന്. ഇത് ഹവീൽദാരല്ല, ഇത് ഹവീൽദാരല്ല. അവിടെ ഇരുന്ന ഫോട്ടോ വേണോ ഇത്? അല്ല, എനിക്കിത് വേണ്ട. അമ്മ അതേ ഫോട്ടോ തന്നെ നമ്മൾ കളറാക്കി കുറെ കൂടെ സുന്ദരനാക്കി എനിക്ക് കൊണ്ടുവന്നേക്കണം. സുന്ദരനെ വേണ്ട, കളറും വേണ്ട. എനിക്ക് അവിടെ ഇരുന്ന് എന്റെ ഹവീൽദാരെ എനിക്ക് വേണം. അയ്യേ അമ്മ, ആ ഫോട്ടോ പഴയതായി പോയില്ലേ? അത് പൊടി പിടിച്ച് പോയി. പഴയത് മതി, ഞാൻ പഴയതാണ്, എനിക്ക് പഴയത് മതി. അമ്മ നോക്കിയേ, അമ്മ അച്ഛൻ നോക്കണ പോലെ തോന്നുന്നു. അമ്മ നോക്കമ്മേ. എനിക്ക് തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നില്ല. പഴയത് അവിടെ ആ സ്റ്റുഡിയോയിൽ കിടക്കും. പോയി എടുത്തോണ്ട് വാ. എനിക്ക് എന്റെ പഴയ ഫോട്ടോ വേണം. അമ്മ ഇത് ഒന്നുകൂടെ നോക്കാം. എനിക്ക് ഒന്നുപോലും നോക്കാൻ പറ്റത്തില്ല. കൊള്ളാം. കുട്ടിപ്പാടാ, പോയി എന്റെ ഫോട്ടോ എടുത്തോണ്ടോ എന്റെ ഹവീൽദാരുടെ. എന്റെ കർത്താവേ, ഇരുന്നിരുന്ന് ഞാനൊരു നല്ല കാര്യം ചെയ്തത് അത് ഇങ്ങനെ ആയി പോയല്ലോ. ഓ